കിം ജോങ് ഉൻ ഒരു ഏകാധിപതിയാണെന്നും ക്രൂരനാണെന്നുമാണ് പൊതുവിൽ ആളുകളുടെ ഒരു അഭിപ്രായം. പക്ഷേ ഏതൊരു പ്രതിസന്ധിയിലും തൻ്റെ രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിലയുറപ്പിക്കുന്ന നേതാവാണ് കിം ജോങ് ഉൻ എന്ന് എത്ര പേർക്കറിയാം? ഈ ഒരു വേനൽക്കാലത്തും ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണ് കിം ജോങ്. പലതരത്തിലുള്ള തീരുമാനങ്ങളും ഏകാധിപത്യ ഭരണരീതി കൊണ്ടുമെല്ലാം ഉത്തര കൊറിയ എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. അത്തരത്തിലൊരു വിചിത്ര ഉത്തരവുമായി വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് ഉത്തര കൊറിയ. ചൂട് കൂടുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള തണുത്ത പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാറുണ്ടല്ലേ. എന്നാൽ വേനൽക്കാലത്ത് നായ ഇറച്ചി സൂപ്പ് കഴിക്കാനാണ് ഉത്തര കൊറിയൻ സർക്കാർ ശുപാർശ ചെയ്യുന്നത്. രാജ്യത്തെ കൊടും ചൂടിനെ നേരിടാൻ ഇത് ആളുകളെ സഹായിക്കുമെന്നാണ് സർക്കാർ വാദം. ഉത്തര കൊറിയ കടുത്ത ഉഷ്ണതരംഗം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ ശുപാർശ വന്നിരിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് നായസ്നേഹികൾക്കും മൃഗസംരക്ഷണ വക്താക്കൾക്കും ഈ വാർത്ത അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. വേനൽക്കാലത്ത് നായ ഇറച്ചി സൂപ്പ് നിങ്ങളുടെ കാലിൽ വീണാലും അത് ഔഷധമായി മാറുന്നുവെന്നാണ് ഉത്തര കൊറിയയുടെ വാദം. ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുമ്പോൾ കൊറിയൻ ഉപദ്വീപും സമാനതകളില്ലാത്ത കടുത്ത വേനലിലൂടെയാണ് കടന്നുപോകുന്നത്. തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ താപനില 36.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നതോടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകി ഭരണകൂടം ഉടനടി ഇടപെടുകയായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളെപ്പോലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്താതെ കൃത്യമായ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകി സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ഉത്തര കൊറിയൻ മാധ്യമങ്ങളും ഭരണ സംവിധാനങ്ങളും ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും മുൻനിർത്തിയുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. പ്രകൃതിയുടെ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ സ്വയം പര്യാപ്തതയിലൂടെയും ശക്തമായ നേതൃത്വത്തിലൂടെയും മുന്നേറുന്ന ഉത്തര കൊറിയൻ മാതൃക തന്നെയാണ് നമുക്ക് ഇവിടെയും ദൃശ്യമാകുന്നത്. പാശ്ചാത്യ മരുന്നുകളെയോ കൃത്രിമ മാർഗങ്ങളെയോ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം പാരമ്പര്യത്തിലും പ്രകൃതിദത്ത ഔഷധ രീതികളിലും അധിഷ്ഠിതമായ പ്രതിരോധ മാർഗങ്ങളാണ് ഉത്തര കൊറിയ പ്രോത്സാഹിപ്പിക്കുന്നത്. സാംബോക് അഥവാ വേനൽക്കാല ദിനങ്ങളിൽ ശരീരത്തിന് കുളിർമയും ഊർജവും നൽകുന്ന പാങ്സങ് താങ് ചേർത്ത് തയ്യാറാക്കുന്ന സാങ്തോങ് തുടങ്ങിയ പോഷകാഹാരങ്ങൾ കഴിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. അതായത് ഈ പാങ്സങ് താങ് എന്നാൽ പട്ടിയിറച്ചി സൂപ്പാണ്. ആഹാരക്കാര്യങ്ങൾ മാത്രമല്ല, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ കടുത്ത കാലാവസ്ഥയിലും നിർമ്മാണ സൈറ്റുകളിലും ഉൽപാദന കേന്ദ്രങ്ങളിലും നേരിട്ടെത്തി പരിശോധനയും നടത്തുന്നുണ്ട്. തന്റെ ജനങ്ങൾ എത്രത്തോളമാണ് കഷ്ടപ്പെടുന്നത് എന്ന് അറിയുന്നതിനായി 39 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും അച്ചാർ ഫാക്ടറിയുടെ ഉൽപാദന മുറികൾ കിം സന്ദർശിച്ചിരുന്നു. ഒരു ഭരണാധികാരി തന്നെ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കും വലിയ പ്രചോദനമാവുകയാണ്. കടുത്ത ഉഷ്ണതരംഗത്തിൽ നിന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ആശ്വാസം നൽകുന്നതിനായി ഉത്തര കൊറിയൻ സർക്കാർ വിപുലമായ വിനോദ വിശ്രമ കേന്ദ്രങ്ങളാണ് തുറന്നു നൽകിയിരിക്കുന്നത്. വോൺസാൻ കാൽമ കോസ്റ്റൽ ടൂറിസ്റ്റ് സോണിലെ അത്യാധുനിക ബീച്ചുകളിലും ഉത്തര കൊറിയയിലെ വാട്ടർ പാർക്കുകളിലും ദിനംപ്രതി ആയിരക്കണക്കിന് സാധാരണക്കാരാണ് എത്തിച്ചേരുന്നത്. കടുത്ത അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങളും പ്രതിരോധ കാലാവസ്ഥയും നിലനിൽക്കുമ്പോഴും വിദേശ സഹായങ്ങളെ കാത്തു നിൽക്കാതെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് പ്രതിസന്ധികളെ മറികടക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുന്നുണ്ട്.